സോ ഹലോ പീപ്പിൾ, നമ്മളിപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ ലൈക്ക് നമ്മൾ കമ്പയറിംഗ് വാല്യൂസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ അതിനകത്ത് നമ്മൾ ഡബിൾ ഈക്വൽ ടു ത്രിബിൾ ഈക്വൽ ടു അതിൻ്റെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഐ മീൻ ലൈക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് ടൈപ്പ് കൺവേർഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നോക്കിയത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഡബിൾ ഈക്വൽ ടു എപ്പോൾ യൂസ് ചെയ്യണം, ത്രിബിൾ ഈക്വൽ ടു എപ്പോൾ യൂസ് ചെയ്യണം എന്നുള്ളത് ലൈക്ക് ഒരു ചെറിയൊരു മിസ്കൺസെപ്ഷൻ ഉണ്ടായി, ഐ മീൻ ലൈക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ മോസ്റ്റ്ലി എപ്പോഴും ത്രിബിൾ ഈക്വൽ ടു ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ചേഞ്ചസ് അങ്ങനത്തെ സാധനമൊന്നും വരത്തില്ല. ഓൾസോ നമ്മൾ കുറച്ച് ഐ മീൻ ലൈക്ക് ഉറപ്പ് വേണം, ആ സാധനം ആവശ്യമില്ലാത്ത ടൈപ്പ് കൺവേർഷൻ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട് നമ്മളെപ്പോഴും ത്രിബിൾ ഈക്വൽ ടു ആണ് കോഡിൽ കൂടുതൽ കണ്ടുവരാറ്. ഞാനും അതാണ് യൂസ് ചെയ്യാറ്. പക്ഷെ അതിൻ്റെ യൂസേജ് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമുക്ക് 2-3 കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡബിൾ ഈക്വൽ ടുവിനെ അത്ര പേടിക്കാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഡബിൾ ഈക്വൽ ടു എപ്പോഴൊക്കെ യൂസ് ചെയ്യാം, എപ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല, ആ ഒരു സാധനമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ക്രീൻ റെക്കോർഡിങ്ങിലോട്ട് പോകാം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡബിൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള ആൾക്കാർ അറ്റ് ദ എൻഡ് ലൈക്ക് കൺവേർഷൻ കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഇൻറ്റൻറ്റഡോട് അൺഇൻറ്റൻറ്റഡ്ലി ലൈക്ക് ട്രൂ ഓർ ഫോൾസ് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ഡബിൾ ഈക്വൽ ടു യൂസ് ചെയ്യരുത്. ഓക്കെ, ലൈക്ക് അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള ആൾക്കാർക്ക് ട്രൂ ഓർ ഫോൾസ് ആവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ യൂസ് ചെയ്യരുത്. ഓൾസോ ലൈക്ക് അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ളത് ഇതിലാരെങ്കിലും ഒക്കെ ആണെങ്കിൽ ലൈക്ക് ഫോൾസി വാല്യൂസ് ഓൾസോ ആവാൻ സാധ്യതയുണ്ട്. ലൈക്ക് എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടേഷൻ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് 0 അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ആവാൻ സാധ്യതയുണ്ടെങ്കിൽ ഡബിൾ ഈക്വൽ ടു യൂസ് ചെയ്യരുത്. എസ്പെഷ്യലി ലൈക്ക് AP എന്നൊക്കെ വാല്യൂ എടുക്കുമ്പോഴത്തേക്ക് ഡബിൾ ഈക്വൽ ടു ആണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ അവർ ട്രൂ തരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനത്തെയൊക്കെ കേസിൽ ലൈക്ക് ഇവരാരെങ്കിലും ലൈക്ക് 0, ഡബിൾ കോഡ്സ് ഓർ സിംഗിൾ കോഡ്സ്, MD array ഓർ ഡയറക്റ്റ് ആയിട്ട് ട്രൂ ഓർ ഫോൾസ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഡബിൾ ഈക്വൽ ടു യൂസ് ചെയ്യരുത്. അല്ലാത്ത കേസിലെല്ലാം യു ആർ ഫ്രീ ടു യൂസ് ഡബിൾ ഈക്വൽ. ലൈക്ക് ഇങ്ങനത്തെ കമ്പാരിസൺ ഒക്കെ ആർ എവിഡൻറ്റ്. ലൈക്ക് ഇതിനകത്ത് പോകാനായിട്ട് ഒന്നുമില്ല. ഇതെന്ന് പറയുന്നത് എനിക്കറിയാം, ഇത് സ്ട്രിങ്ങും ഇതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് എനിക്കറിയാം. സോ അവിടെ ലൈക്ക് ഇത് എല്ലാം ലിറ്ററൽ വാല്യൂസ് ആണ്. ലൈക്ക് ഞാൻ ഇവിടെ ഫിക്സഡ് സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഈ 42 എപ്പോഴും നമ്പർ ആയിരിക്കും, ഇത് എപ്പോഴും സ്ട്രിങ് ആയിരിക്കും. സോ അത് കമ്പയർ ചെയ്താൽ ട്രൂ വരുമെന്ന് എനിക്കറിയാം. സോ അങ്ങനത്തെ കേസിലൊക്കെ യു ആർ ഫ്രീ ടു യൂസ്. അല്ലാത്ത കേസിലെല്ലാം ഡബിൾ ഈക്വൽ ടു എന്ന് പറയുന്നത് പ്രിഫേർഡ് അല്ല. ഇനി ലൈക്ക് ഒബ്ജക്റ്റിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. ലൈക്ക് നമ്മളിപ്പോൾ ലൈക്ക് ഇതിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഞാൻ കോപ്പി ചെയ്യാണ് ഗൈസ്. നമ്മുടെ പണ്ടത്തെ സെയിം ഫയൽ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതൊന്ന് കമൻറ്റ് ചെയ്യുകയാണ്. ആൻഡ് AB ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ AOBJ എന്നാക്കുന്നു, ഞാനിവിടെ BOBJ എന്നാക്കുന്നു. സോ ഇവിടെ നമുക്ക് COBJ എന്നാക്കാം. ഓൾറൈറ്റ്, ഇതിനകത്ത് F2 വർക്കാം. F2 വർക്ക്സ് ഗായ്സ്. സോ ഇവിടെ ഓക്കെ, അത് ഇപ്പോൾ യൂസ് ചെയ്താൽ ശരിയാവത്തില്ല. ഇവിടെ വേറെ ആൾക്കാരുണ്ട്. ഓക്കെ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ AOBJ ഉണ്ട്, BOBJ ഉണ്ട്. ഇവിടെ AOBJ BOBJ ആണോന്ന് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇവിടെ COBJ AOBJ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇവിടെ ലൈക്ക് ഔട്ട്പുട്ട് ഓൾറെഡി സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇത് എന്തെന്ന് കമൻറ്റ് ചെയ്യാണ് ഗൈസ്. സോ ദാറ്റ് അൺവാണ്ടഡ് തിങ്സ് ഡോണ്ട് കം ഇൻ ടു ആക്ഷൻ. യെസ്, ഓൾറൈറ്റ്. ആൻഡ് അതും കമൻ്റ് ആയിക്കോട്ടെ. ഓക്കെ, ഇപ്പം എല്ലാം കമൻറ്റഡ് ആണ്. ഇത് മാത്രമേ ഉള്ളൂ ഇപ്പം അൺകമൻറ്റഡ് ആയിട്ട്. നമുക്കിനി ഇതൊന്ന് റൺ ചെയ്യുകയാണെങ്കിൽ നമ്പറാണ് വരുന്നത്. നമ്പർ എവിടെ നിന്ന് അതിപ്പോൾ എവിടെ നേറി വന്ന്, അത് വേറെ ഏതോ ലോഗ് സേവ് ആയില്ല. ഇത് ഞാനൊന്ന് ലോഗ് കൂടെ ചെയ്തോട്ടെ ഗൈസ്. ഇതാണ് കോഡ് കോപ്പി ചെയ്താലുള്ള കുഴപ്പം. ഓക്കെ, നമ്മളിത് ബൈ ദ വേ നമ്മൾ ഈ കോഡ് കോപ്പിങ് കുറച്ച് വരുന്നതായിരിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞാൻ തന്നെ ടൈപ്പ് ചെയ്യുന്ന രീതിയിലെത്തും. ഫോർ ദ ടൈം ബീങ് ഇപ്പോൾ തൽക്കാലം അത് ഇവിടെ എടുത്തു പോയതുകൊണ്ട് ലെറ്റ്സ് ഗോ വിത്ത് ദിസ്. യു ക്യാൻ പോസ്റ്റ് ദ വീഡിയോ ആൻഡ് ടൈപ്പ് ദിസ് കോഡ്. ലൈക്ക് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ AOBJക്കകത്ത് ഒരു അറേ ഉണ്ട്. ആ ഒരു അറേനെ തന്നെ ഞാനിപ്പോൾ എടുത്ത് AOBJക്കകത്തുള്ള സെയിം സാധനത്തിനെ തന്നെ ഞാൻ എടുത്ത് BOBJക്കകത്ത് വെക്കുന്നു. ഇവിടെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഇവിടെ ഷിറ്റ്, ഇവിടെ ഒബ്ജക്റ്റ് അല്ലല്ലോ, ഇവിടെ അറേ ആണല്ലോ പറഞ്ഞ പോലെ. സോ ARR. ഓക്കെ, സോ array ആൻഡ് B ഒബ്ജക്റ്റിന് പകരം ഐ ഗിവിങ് B array. യെസ്, ഓക്കെ. ആൻഡ് C ഒബ്ജക്റ്റിന് പകരം ഐ ഗിവിങ് C array. ഓക്കെ, സോ ഇപ്പോൾ തിങ്സ് ആർ ഗുഡ്. ഓക്കെ, സോ ഇവിടെ അപ്പം ഒരു അറേ ഉണ്ട്. array എന്ന് പറഞ്ഞിട്ട് array എന്ന് പറഞ്ഞിട്ട് 1ഉം 2ഉം ഉണ്ട്. arrayനെ ഞാൻ എടുത്ത് B arrayക്കകത്ത് വെക്കുന്നു. ആൻഡ് ഇവിടെ array ഈക്വൽ ടു B array ഈക്വൽ ടു B array ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആൻഡ് ഇവിടെ C array എന്ന് പറഞ്ഞൊരു അറേ ഉണ്ട്. അറേക്കകത്ത് ഞാൻ array അല്ല ഡയറക്റ്റ്ലി എടുത്ത് വെക്കുന്നത്, പക്ഷേ ഞാൻ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ അത് ഈക്വൽ ആണോ നോക്കുന്നുണ്ട്. സോ ഇവിടെ ഞാൻ സേവ് ചെയ്തിട്ട് റൺ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തേത് ട്രൂ, രണ്ടാമത്തത് ഫോൾസും ആയിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് ഇവിടെ 1-2 ആയിരുന്നു. ഈ 1-2നെ arrayനെ എടുത്ത് B arrayക്കകത്ത് വെച്ച് ഇത് രണ്ടും ട്രൂ ആണോ നോക്കിയപ്പോൾ അത് ട്രൂ ആണ്. ദാറ്റ് ഈസ് ഒബിയസ്. കാരണം ഇതിൻ്റെ രണ്ടിനകത്ത് ഇരിക്കുന്ന വാല്യൂസ് ആർ ആക്ച്വലി ദ സെയിം, റൈറ്റ്? പക്ഷേ ഞാനിവിടെ C arrayക്കകത്ത് ഈ B arrayനെയും A arrayനെയും അല്ല വെച്ചത്. ഓക്കെ, ഞാനിവിടെ C array ഈക്വൽ ടു C array ഈക്വൽ ടു A array എന്നോ C array ഈക്വൽ ടു B array എന്നോ അല്ല കൊടുത്തത്. അതിന് പകരം ഞാൻ അവിടെ വീണ്ടും A array ഇനിഷ്യലൈസ് ചെയ്ത പോലെ തന്നെ
സി അറേ ഇനിഷ്യലൈസ് ചെയ്യാണ് ചെയ്തത്. എന്നിട്ട് ഞാനത് എ അറേയായിട്ട് കമ്പയർ ചെയ്തപ്പോഴത്തേക്ക് 2 ഡിഫറൻ്റ് ആണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ലോഗ് ചെയ്ത് നോക്കാം ഗൈസ്. ഞാനിവിടെ എ അറേ ലോഗ് ചെയ്തു. ആൻഡ് ഞാൻ ഇവിടെ console.log ഞാനിവിടെ സി അറേ ലോഗ് ചെയ്തു. കാരണം അവരെയാണല്ലോ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഫോൾസ് ആണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഞാനത് ലോഗ് ചെയ്യുകയാണെങ്കിൽ രണ്ടിനകത്തും ഒരേ വാല്യൂ ആണുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഫോൾസ് വരുന്നു. അവിടെ എന്താണ് അപ്പോൾ സംഭവിക്കുന്നത്? ഇവരപ്പോൾ വാല്യൂ അല്ലേ നോക്കുന്നത്. സോ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇവന്മാർ വാല്യൂ അല്ല നോക്കുന്നത്, റെഫറൻസ് ആണ് നോക്കുന്നത്. ലൈക്ക് ഇതിനകത്ത് ഞാൻ സെൻറ്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്, ഇക്വാലിറ്റി കമ്പയർസ് റെഫറൻസ് നോട്ട് വാല്യൂസ് ഫോർ നോൺ പ്രിമിറ്റീവ്സ്. ലൈക്ക് ഇവിടത്തെ കേസിനകത്ത് ഈ അറേ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ള പോലെ ഒരു പ്രിമിറ്റീവ് ടൈപ്പ് അല്ല. ഇതെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കോമ്പോ ടൈപ്പ് ആണ്, ഒരു നോൺ പ്രിമിറ്റീവ് ടൈപ്പ് ആണ്. സോ നോൺ പ്രിമിറ്റീവിൻ്റെ കേസിനകത്ത് ഇക്വാലിറ്റി നോക്കുമ്പോഴത്തേക്ക് ഇവർ വാല്യൂസ് അല്ല കമ്പയർ ചെയ്യുന്നത്, അതിന് പകരം അവരുടെ റെഫറൻസ് ആണ്. മെമ്മറിയിൽ ഇവന്മാർ ഒരേ ഇടത്താണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു റെഫറൻസസ് ഒന്നാണെങ്കിൽ അവിടെ ട്രൂ വരും, അല്ലെങ്കിൽ ഫോൾസ് വരും. അതുകൊണ്ടാണ് ഇവിടെ ഇതെന്ന് പറയുന്നത് ARR മെമ്മറി ലൊക്കേഷനിൽ വെച്ചിട്ടുണ്ട്. സോ ഇവിടെ വാല്യൂ കൊടുക്കുന്നതിന് പകരം ഇവിടെ സെയിം മെമ്മറി റെഫറൻസ് ആണ് ഇവിടെ ബി അറേയിലോട്ട് പോകുന്നത്. ദാറ്റ് ഈസ് ലൈക്ക് ഈ ബി അറേയും എ അറേയും ഇവന്മാർ പോയിന്റ് ചെയ്യുന്ന മെമ്മറി റെഫറൻസ് എന്ന് പറയുന്ന ഒറ്റ സ്ഥലമാണ്. സോ അതുകൊണ്ട് ഇത് രണ്ടും ഈക്വലാണ്. പക്ഷേ ഇവിടുത്തെ കേസിൽ ഞാനിവിടെ വീണ്ടും ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ എ അറേയുടെ മെമ്മറി റെഫറൻസോ ബി അറേയുടെ മെമ്മറി റെഫറൻസിലോട്ടോ അല്ല ഇത് പോയിന്റ് ചെയ്യുന്നത്. പകരം ഒരു സെപ്പറേറ്റ് മെമ്മറി സ്പേസ് ഇവിടെ സി അറേക്ക് അലോക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ടെക്നിക്കലി സ്പീക്കിംഗ് ഇവന്മാരുടെ, ഞാൻ കുറച്ച് ടെക്നിക്കലി സ്പീക്കിംഗ് പറയുന്നത് കൂടുതലാണെന്ന് തോന്നുന്നു. സോ വീണ്ടും ടെക്നിക്കലി സ്പീക്കിംഗ് ലൈക്ക് ഇവരുടെ വാല്യൂസ് രണ്ടും സെയിം ആണ്, പക്ഷേ ഇവരുടെ മെമ്മറി റെഫറൻസ് എൻ്റെയും ബിൻ്റെയും ഒന്നാണ്, പക്ഷേ സീൻ്റെ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇക്വാലിറ്റി മെമ്മറി റെഫറൻസ് കമ്പയർ ചെയ്യുന്നത് കൊണ്ട് ഡിഫറൻ്റ് ആണ്. സോ അതാണ് ഇവിടെ മെമ്മറി റെഫറൻസിൻ്റെ കാര്യവും. ലൈക്ക് അതുകൊണ്ട് തന്നെ യു ഷുഡ് ബി എക്സ്ട്രാ കെയർഫുൾ വെൻ കമ്പയറിംഗ്. ലൈക്ക് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സിൻ്റെ ഡബിൾ ഈക്വൽ ടു ഒക്കെ ദേ ആർ ഓബ്വിയസ്, വാല്യൂ ക്യാൻ ബി പ്രഡിക്റ്റബിൾ. ഒരു നോൺ പ്രിമിറ്റീവ് ഒരു പ്രിമിറ്റീവ് വരുമ്പോൾ അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വരും. ലൈക്ക് ഒബ്ജക്ട്സിനെ സ്ട്രിങ് ആക്കുമെന്ന് പറഞ്ഞില്ലേ. സോ അങ്ങനെ ചെറിയ കൺഫ്യൂഷൻ വരും. ആൻഡ് രണ്ടും നോൺ പ്രിമിറ്റീവ് ആണെങ്കിൽ ഇങ്ങനത്തെ മെമ്മറി റെഫറൻസ് ആയിരിക്കും കമ്പയർ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ടേബിളിനകത്ത് കുറച്ച് കാര്യങ്ങൾ സിമ്പിളി നമ്മൾ നേരത്തെ പറഞ്ഞത് കുറച്ച് കോമ്പാക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ട്രൂ ഓർ ഫോൾസ് ഇതിലാരെങ്കിലും വരികയാണെങ്കിൽ റെക്കമെൻഡേഷൻ ഈസ് ഡബിൾ ഈക്വൽ ടു അല്ലാതെ ട്രിപ്പിൾ ഈക്വൽ ടു യൂസ് ചെയ്യുന്നതാണ്. കാരണം അൺപ്രഡിക്റ്റബിൾ ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഞാൻ നിങ്ങളുടെ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഡു കണ്ടിന്യൂ ഡിസ്കസിങ് ഓൺ. സോ ഇതിൻ്റെ കേസിൽ കമ്പയറിങ് ഒബ്ജക്ട്സ് ഓർ അറേ വെക്കുമ്പോഴത്തേക്ക് അവർ നോൺ പ്രിമിറ്റീവ് ടൈംസ് ആണ്, അതുകൊണ്ട് റെഫറൻസ് ആയിരിക്കും കമ്പയർ ചെയ്യുന്നത്. അല്ലാത്ത എല്ലാത്തിനും യു ക്യാൻ യൂസ് ഡബിൾ ഈക്വൽ ടു, അത് സേഫ് ആണ്. സോ അതാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ വെച്ചിരുന്ന സാധനം. ലൈക്ക് എപ്പോഴൊക്കെ ഡബിൾ ഈക്വൽ ടു ത്രിബിൾ ഈക്വൽ ടു യൂസ് ചെയ്യണം, ആൻഡ് ഈ ഒബ്ജക്ട് റെഫറൻസ് ഓഫ് കമ്പാരിസൺ ബിറ്റ്വീൻ നോൺ പ്രിമിറ്റീവ് ടൈപ്സ് ആൻഡ് അവർ റെഫറൻസ് ആണ് യൂസ് ചെയ്യുന്നത് അതർ ദാൻ വാല്യൂസ്. സോ ഐ ഹോപ്പ് തിങ്സ് ആർ ക്ലിയർ. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇൻഇക്വാളിറ്റീസ് ആണ് നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ലൈക്ക് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ. നമ്മൾ ഇവന്മാരെ ഓൾറെഡി കവർ ചെയ്തതാണ്, ബട്ട് വി ഹാവ് സംതിങ് മോർ ടു കവർ ഓവർ ഹിയർ. സോ അതായിരിക്കും അടുത്ത വീഡിയോയിൽ നോക്കുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്.